നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു മാസം കഴിയുമ്പോഴേക്കും തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന് ചങ്കിടി പേറുകയാണ്. 10 വർഷമായി സംസ്ഥാനം അടക്കി ഭരിച്ച BRS ഒടുവിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ് വീഴുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BRSന് കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് സിറ്റിംഗ് MLA തന്നെ, അതായത് കഴിഞ്ഞ മാസം സത്യപ്രതിജ്ഞ ചെയ്ത BRS MLA പ്രകാശ് ഗൗഡ് കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. BRSന്റെ രാജേന്ദ്രനഗർ മണ്ഡലത്തിലെ MLA ആണ് പ്രകാശ് ഗൗഡ്. പ്രകാശ് ഗൗഡും തെലങ്കാന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മുൻ അധ്യക്ഷൻ കൂടിയായ കെ സ്വാമി ഗൗഡും കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പൊന്നം പ്രഭാകറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതോടെയാണ് ഇരുവരും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പരന്നത്. പ്രകാശ് ഗൗഡ് 2014 രാജേന്ദ്രനഗറിൽ നിന്നും TDP ടിക്കറ്റിൽ മത്സരിച്ചു വിജയിച്ചയാളാണ്. എന്നാൽ 2016 ഫെബ്രുവരിയിൽ അദ്ദേഹം BRSലേക്ക് ചുവട് മാറ്റുകയായിരുന്നു. പിന്നീട് 2018 2023 അദ്ദേഹം മണ്ഡലം നിലനിർത്തുകയായിരുന്നു. സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഏറെ നിർണായക പങ്ക് വഹിച്ച TNGO നേതാവ് കൂടിയാണ് സ്വാമി ഗൗഡ്. 2013 MLC ആയി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും 2014 TS ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ ആവുകയും ചെയ്തയാളാണ് സ്വാമി ഗൗഡ്. അദ്ദേഹത്തിന്റെ 6 വർഷത്തെ MLC കാലാവധി 2019 അവസാനിച്ചിരുന്നു. പിന്നീട് BRS നോമിനേറ്റ് ചെയ്യാത്തതിൽ അസ്വസ്ഥനായ സ്വാമി ഗൗഡ് BRS ഉപേക്ഷിച്ച് 2020 നവംബറിൽ BJPയിൽ ചേർന്നെങ്കിലും 2021 ഒക്ടോബറിൽ മുനകോട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൊട്ടു മുന്നോടിയായി വീണ്ടും അദ്ദേഹം BRSലേക്ക് മടങ്ങി വരികയായിരുന്നു. പക്ഷേ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മനോഭാവമാണ് അദ്ദേഹം കാണിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെലങ്കാനയിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണ നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ആകെയുള്ള 17 സീറ്റുകളാണ് തെലങ്കാനയിലുള്ളത്. അതിൽ കഴിഞ്ഞ തവണ 9 സീറ്റുകളിൽ BRS വിജയിച്ചിരുന്നു. BJPക്ക് 4 സീറ്റുകളും കോൺഗ്രസിന് 3 സീറ്റുകളും മജ്ലിസ് പാർട്ടിക്ക് 1 സീറ്റുമാണുള്ളത്. അതിൽ BJPയുടെയും BRSന്റെയും പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ എന്തുകൊണ്ടും BRSന് മാത്രമല്ല BJPക്കും ഒരു വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.